ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ വീഡിയോ. ഞാനിന്ന് ഒരു തരി ബിരിയാണി ഉണ്ടാക്കാനുള്ള പ്ലാനാണ്. എല്ലാം സെറ്റ് ചെയ്ത് വന്നു. സവാള അരിഞ്ഞു, ക്യാരറ്റ് സെറ്റാക്കി. പക്ഷേ ഏറ്റവും അവസാനം നോക്കിയപ്പോഴാണ് റവയില്ല. അപ്പം ഞാൻ ആദ്യം റവ വാങ്ങിയിട്ട് വരാം. അപ്പം ഞാനിതാ വന്നിട്ട് റവ വാങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് വീട്ടിൽ പോയിട്ട് പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ തരി ബിരിയാണി ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിൻ്റെ വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാനിത് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ക്യാരറ്റ്, ഉപ്പ്, ചിക്കൻ ബിരിയാണി മസാല, സവാള, റവ, പിന്നെ സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്, പിന്നെ മഞ്ഞൾപ്പൊടി. ബിരിയാണി ഉണ്ടാക്കാനപ്പോൾ പാത്രം നമ്മൾ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ചൂടായിട്ടുണ്ട്. കുറച്ച് എണ്ണ ഒഴിക്കുകയാണ്. എണ്ണ ഒഴിച്ചതിന് ശേഷം കുറച്ച് സവാള, ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ക്യാരറ്റ് ഇടാം. സവാള പെട്ടെന്ന് മൂത്ത് കിട്ടാനായിട്ട് നമുക്ക് ഉപ്പ് കുറച്ചിട്ട് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് അതൊന്ന് വഴണ്ട് കിട്ടും. സവാള നല്ലതുപോലെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് ക്യാരറ്റ് ആഡ് ചെയ്യാം. നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതൊന്ന് വഴണ്ട് വരുമ്പോൾ വേണം നമുക്ക് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മളെപ്പോൾ കുക്ക് ചെയ്യുമ്പോഴും ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യണം, അല്ലെങ്കിൽ കരിഞ്ഞടി പിടിക്കും. ഇപ്പോൾ ഓയിൽ കുറവുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. നമുക്ക് ക്യാരറ്റ് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിപ്പോൾ മസാലകൾ ആഡ് ചെയ്യാം. കുറച്ച് മഞ്ഞൾപ്പൊടി, ശകലം ആ ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രമാണ് ആഡ് ചെയ്യുന്നത്. ശേഷം ആവശ്യത്തിന് ഉപ്പ്. നേരത്തെ ഓൾറെഡി സവാള വഴറ്റാനായിട്ട് ഉപ്പിട്ട കാരണം കൊണ്ട് അധികം ഇടേണ്ട ആവശ്യം വരുന്നില്ല. ശേഷം ഞാനിവിടെ ചിക്കൻ ബിരിയാണി മസാലയാണ് ഇടുന്നത്. അപ്പോൾ ആ ഒരു ബിരിയാണിയുടെ ഒരു ടേസ്റ്റ് കിട്ടുകയും ചെയ്യും. ഇതിനകത്ത് ഓൾറെഡി എല്ലാ സാധനങ്ങളും ഉള്ള കാരണം കറുവപ്പട്ട പൊടിച്ചതും അതുപോലെ തന്നെ ആ സ്റ്റാറും എല്ലാം ഇതിനകത്ത് തന്നെ ഉണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് സെപ്പറേറ്റ് ഇടേണ്ട ആവശ്യം വരുന്നില്ല. ഇതൊന്ന് മൂത്ത് വരട്ടെ. നമുക്ക് മസാല കുറച്ച് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് അടി പിടിക്കാതിരിക്കാനായിട്ട് നമുക്ക് ഒരു ശകലം വെള്ളം ഒഴിച്ചു കൊടുക്കാം. അധികം വെള്ളം ആവരുത്, ഒരു ലേശം. ഇത്രയും സവാളയൊക്കെ ഉള്ള കാരണം കൊണ്ടാണ് നമ്മൾ അത്രയും വെള്ളം ഒഴിച്ചു കൊടുത്തത്, കാരണം അത് അടി പിടിക്കല്ലേ. ഓക്കെ, ഞാനപ്പോൾ ഈ ഗ്ലാസ്സിൽ ഒരു 2 ഗ്ലാസ് റവയാണ് ഇടുന്നത്. എത്രയാണോ നമ്മൾ റവ ഇടുന്നത് അത്ര തന്നെയാണ് അതിൽ വെള്ളം ഒഴിക്കേണ്ടത്. 2 ഗ്ലാസ് ഞാൻ ഇട്ടു. ആ 2 ഗ്ലാസ്സിലേക്കുള്ള 2 ഗ്ലാസ് വെള്ളവും നമ്മൾ ഒഴിക്കണം. പക്ഷെ വെള്ളം ഒഴിക്കുന്നതിന് മുന്നേ നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കണം. ഒന്ന് ആ ഒരു മസാലയ്ക്ക് അതിനകത്തോട്ട് പിടിക്കുന്ന രീതിയിൽ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, ഇപ്പം നമ്മൾ ആ മസാലയ്ക്ക് ഇതിനകത്തോട്ടൊന്ന് പിടിച്ചിട്ടുണ്ട്. വലിയ കാര്യമായിട്ട് എരിവ് ഇഷ്ടപ്പെടുന്നവരാണ് വെച്ചെങ്കിൽ കുറച്ച് മുളക് പൊടിയോ അല്ലെങ്കിൽ ഒരു 2 പച്ചമുളക് കീറിയിടുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. പക്ഷേ
എനിക്കധികം എരിവിനോട് താല്പര്യമില്ലാത്ത കാരണം കൊണ്ട് ഞാൻ അധികം എരിവ് ഇടുന്നില്ല. കാരണം ആ ബിരിയാണി മസാലയിൽ തന്നെ അത്യാവശ്യം എരിവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പം നമുക്ക് റവ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. 1 ഗ്ലാസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഗ്ലാസും കൂടെ ഒഴിക്കുകയാണ്. ഓക്കെ, ഇനി ഇതൊന്ന് തിളച്ച് വരണം. നമ്മൾ സവാള ഒരു 4-5 സവാള ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ വെള്ളം നമുക്ക് ഒഴിക്കേണ്ടി വരും. ഒരു ഗ്ലാസ് നമ്മൾ ഒഴിച്ച് നോക്കുകയാണ്. ഞാനിപ്പോൾ 4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. കാരണം ഞാൻ 4 സവാള എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 2 ക്യാരറ്റുമാണ് ഇതിനകത്ത് ആഡ് ചെയ്തത്. സോ പച്ചക്കറി അത്രയും വന്ന കാരണം കൊണ്ട് നമുക്ക് വെള്ളത്തിൻ്റെ അളവിൽ കുറച്ച് മാറ്റങ്ങൾ വന്നു. നോർമലി ഉണ്ടാക്കുമ്പോൾ 2 ഗ്ലാസ് റവയാണ് എടുക്കണമെങ്കിൽ അത്ര തന്നെയാണ് വെള്ളം എടുക്കാനും പാടുള്ളൂ. അല്ലെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് കുഴഞ്ഞു പോകും. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. കുക്കറിൻ്റെ അടപ്പ് തന്നെയാണ് ഇടുന്നത്, പക്ഷെ ഞാൻ ലിഡ് ഇടുന്നില്ല. അതിന് ലോ ഫ്ലെയിമിൽ വേണം നമ്മളത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഒരു 10 to 15 മിനിറ്റ്സ്. ഇപ്പോൾ 10 to 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം എന്താണ് അവസ്ഥ എന്ന്. ഓക്കെ, സെറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ തരി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഒപ്പം ഒന്നുകിൽ ചിക്കൻ കറി അതല്ലെങ്കിൽ ചിക്കൻ ഫ്രൈ ആയിട്ട് കഴിക്കാം. ഞാൻ എന്തായാലും ഇവിടെ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ചിക്കൻ ഫ്രൈ ആണ്. ചിക്കൻ ഫ്രൈ ഇപ്പം ഞാനിവിടെ താഴെ ഗ്രില്ലറിൽ വെച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. നമ്മൾ ആ ബിരിയാണി ഉണ്ടാക്കുന്ന നേരം കൊണ്ട് ചിക്കൻ അത്യാവശ്യം നല്ലപോലെ വെന്ത് സെറ്റായി വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് കഴിക്കാം. ഇതാണ് നമ്മുടെ തരി ബിരിയാണി വിത്ത് ചിക്കൻ്റെ ഒരു ഫൈനൽ ലുക്ക് വന്നിരിക്കുന്നത്. പിന്നെ നമുക്കൊന്ന് കഴിച്ചു നോക്കാം. നല്ലപോലെ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ചിക്കൻ്റെ ഒരു ചെറിയൊരു പീസ് എടുത്ത് ഒന്ന് കൂട്ടി പിടിച്ചൊന്ന് കഴിച്ചു നോക്കാം. കൊള്ളാം. അപ്പം ഇനി വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.